ഇനി അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളുണ്ട്. താക്കോൽ ഇതുപോലെ ഇടുന്നു, വാഹനം എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും, അതിനുശേഷം എന്ത് ചെയ്യും, വണ്ടി ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, വാഹനം നാളുകളായിട്ട് ഉപയോഗിക്കുന്നവരും വാഹനം മാറി മാറി മേടിച്ച് യൂസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്നവരും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാരണവശാലും വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും വാഹനത്തിൽ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന് എൻജിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഫ്യൂവൽ കൂടുതൽ കത്തിത്തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൈലേജിനെ അത് ബാധിക്കും. ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിന് സ്റ്റാർട്ടറിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഒപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ ബാറ്ററി തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഇന്നത്തെ അറിവുകൾ ഒരുപാട് ഗുണം ചെയ്യും. വാഹനം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരും പഠിക്കുന്നവരും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം ഉപയോഗിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപാട് വാഹനങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ വാഹനങ്ങൾ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പല ആൾക്കാരും വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താക്കോൽ ഇതുപോലെ ഇടുന്നു, വാഹനം എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കും, അതിനുശേഷം എന്ത് ചെയ്യും, വണ്ടി ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ എന്ത് ചെയ്യും, റേസ് ചെയ്ത് കൊടുക്കും. അതായത് ഇതുപോലെ ആക്സിലറേഷൻ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കും. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ചിലർ ചിന്തിച്ചേക്കുന്നത് നമ്മൾ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തില്ലെങ്കിൽ ബാറ്ററി ചാർജ് പ്രോപ്പറായിട്ട് വാഹനത്തിന് കയറത്തില്ല എന്നുള്ളൊരു ചിന്തയിലും പല ആൾക്കാരും ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിന് തേയ്മാനം സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഏറ്റവും അധികമുണ്ട്. ഇത് നമ്മൾ നിരന്തരം ചെയ്യുന്നതിലൂടെ തേയ്മാനം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം വാഹനം നമ്മൾ ഒരു ഡ്രൈവ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോയി ഇടുന്നു, പിറ്റേ ദിവസം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കയറുന്ന സമയത്ത് വാഹനത്തിന്റെ എഞ്ചിന്റെ ഉൾഭാഗത്തുള്ള ഓയിലൊക്കെ അങ്ങ് അടിഭാഗത്തേക്ക് താഴ്ഭാഗത്തേക്കായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഓയിൽ എഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ലാഗ് വരും. ആ സമയത്തായിരിക്കും നമ്മൾ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന മുഖാന്തരം എന്താണ് സംഭവിക്കുന്നത്, വാഹനത്തിന്റെ എഞ്ചിന് തേയ്മാനം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ആക്സിലറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 30-40 അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡ് അടുത്തോളം നിങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇടുക. അപ്പോഴത്തേന് തന്നെ പ്രോപ്പറായിട്ട് എഞ്ചിൻ്റെ ഓയിൽ അങ്ങ് എഞ്ചിൻ്റെ ഏറ്റവും ടോപ്പ് വരെ കറക്റ്റായിട്ട് എത്താനായിട്ടുള്ള ഒരു ടൈം വരും. അങ്ങനെ എത്തുകയും നമുക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് സുരക്ഷിതമായിട്ട് വാഹനത്തെ സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമ്മളൊരു ദീർഘകാലമൊക്കെ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററിക്ക് ചാർജ് കയറാനായിട്ട് ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ ആക്സിലറേഷൻ പമ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം വാഹനം ഒന്ന് ഇടുക, ഒരു 4-5 മിനിറ്റ് വാഹനം ഒന്ന് ഇടുക. ഇട്ടതിന് ശേഷം വണ്ടിക്ക് വേറെ പ്രോബ്ലം ഇല്ലെന്നുണ്ടെങ്കിൽ, ബാറ്ററി ചാർജ് കുറവുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഒരു കുറച്ച് ദൂരം ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ബാറ്ററിക്ക് ദോഷമില്ലാത്ത ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കംപ്ലൈൻ്റ് ആകത്തില്ല, ബാറ്ററി ചാർജ് കയറിക്കോളും. ഇനി അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളുണ്ട്. ഇത് ഒഴിവാക്കണം. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ബ്രേക്ക് കാല് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഒറ്റ തിരിവിനങ്ങ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരിക്കലും നിങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം നമുക്ക് വാഹനത്തിൻ്റെ ജസ്റ്റ് കീ ഒന്ന് ഓണാക്കി വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ ആ ലൈറ്റുകളൊക്കെ ഒന്ന് തെളിഞ്ഞ് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറയാം. ഇപ്പം നമുക്ക് ഇവിടെ വാഹനത്തിന് മീറ്റർ കൺസോളിൽ ഹാൻഡ് ബ്രേക്കിന്റെ വാർണിംഗ് ലൈറ്റ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നത് കൊണ്ടാണ് അത് കാണിക്കുന്നത്. ഇപ്പം ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞത് വാർണിംഗ് ലൈറ്റ് പോയി എന്ന് പറഞ്ഞതുപോലെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്തു, ഞാൻ കീ വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കണ്ടോ, ബാറ്ററിയുടെ, സ്റ്റിയറിങ്ങിൻ്റെ, എഞ്ചിൻ്റെ, അതുപോലെ തന്നെ ലോക്ക്, ഇങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് നമുക്കിത് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇത് പ്രോപ്പറായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന്
കണ്ടിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള വാർണിംഗ് ലൈറ്റ്സുകൾ മിന്നുകയോ കെടുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയണം. ഇപ്പോൾ ബാറ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനർത്ഥം ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആയി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, വാഹനം ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കീ അങ്ങോട്ട് മുന്നോട്ട് ഇടുന്നു, ഒറ്റ തിരിവ് തിരിക്കുക, വാഹനം സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ലൈറ്റ്സുകളും വാർണിംഗ് ലൈറ്റ്സുകളും മീറ്റർ കൺസോളിൽ ഓഫായി എന്ന് ഉറപ്പ് വരുത്തണം. സ്റ്റാർട്ട് ആയതിനു ശേഷം ഓഫായി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം മീറ്റർ കൺസോളിൽ ഏതെങ്കിലും വാർണിംഗ് ലൈറ്റ്സുകൾ തെളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ആ വാർണിംഗ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഭാഗത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ്, ഇത് നിങ്ങൾ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെ ഇടത്തേക്കാലെടുത്ത് വെക്കും, എന്നിട്ട് വണ്ടി മുന്നോട്ട് എടുക്കുന്നതാണ്. ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി അങ്ങ് പിടിക്കും. ഇതുപോലെ ഇങ്ങനെ ഞെക്കി ആക്സിലറേഷൻ പിടിച്ചിട്ട് പതിയെ ക്ലച്ച് ചെയ്യുന്ന അയച്ചെടുക്കും. ഒരിക്കലും ഇങ്ങനെ എടുക്കരുത്. ഇത് ആക്സിലറേഷൻ നമ്മൾ കൂടുതലായിട്ട് കൊടുത്ത് ക്ലച്ചിനെ ഇരപ്പിച്ച് നമ്മൾ വാഹനം എടുക്കുന്ന രീതിയാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരും. ഒന്ന്, അവിടെ നമ്മളുടെ എഞ്ചിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരും. ഒപ്പം തന്നെ നമ്മൾ ക്ലച്ച് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പതിയാണ് എടുക്കുന്നതെങ്കിൽ ക്ലച്ചിന് തേയ്മാനം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം എടുക്കുന്ന സമയത്ത് ഇത് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് നിങ്ങൾ വെച്ചോ, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് മെല്ലെ വരിക. മെല്ലെ വന്നിട്ട് ക്ലച്ച് അയക്കുമ്പോൾ തന്നെ വണ്ടി, നമുക്കറിയാം നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ പതിയെ ഒന്ന് അനങ്ങാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. അങ്ങനെ ശ്രമം നടത്തുന്നതിനോടൊപ്പം ആ മൂവ് ആകാനായിട്ടുള്ള ആവശ്യമുള്ള ഒരു ആക്സിലറേഷൻ മാത്രം കൊടുക്കണം. അതായത് നിങ്ങൾ നോക്കിയാൽ ഈ ക്ലച്ച് എന്ന് ഞാൻ ഇങ്ങോട്ട് അയച്ചു, പതിയെ ഒന്ന് തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ നീങ്ങി, ഇത്രയും മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാഹനം എടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി അതുപോലെ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അതായത് ഇതുപോലെ താക്കോല് ഇട്ടതിന് ശേഷം വണ്ടിയുടെ കീ ജസ്റ്റ് ഇതുപോലെ ഓൺ ചെയ്യും. ഓൺ ചെയ്തതിന് ശേഷം വണ്ടി ഇതുപോലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഈ കീ ഇങ്ങനെ മുന്നോട്ട് ഞെക്കി പിടിക്കുന്ന ഒരു രീതി. അതിനുശേഷം എന്ത് ചെയ്യും, കുറച്ച് നേരം കൂടെ ഒന്ന് ഞെക്കി പിടിക്കുന്ന രീതി. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല പാർട്സുകൾക്കും നമുക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജസ്റ്റ് ഒറ്റ തിരിവ് തിരിച്ച് മാത്രം നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം ടൈമിൽ AC ഇട്ടാൽ പ്രശ്നമുണ്ടോ? അതായത് AC ഓൺ ആണ്, ആ സമയത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് AC ഓൺ ആണെന്നുണ്ടെങ്കിൽ AC വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പവർ, കംപ്രസർ വർക്ക് ചെയ്യാനായിട്ട് വേണ്ട ഒരു പവറും കൂടെ എടുക്കുന്നത്, അതിന് വേണ്ട ഒരു ഇതും കൂടെ എടുക്കുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിനാണ്. മനസ്സിലായി? അപ്പോൾ എഞ്ചിൻ കൂടുതലായിട്ട് അവിടെ ഒരു ലോഡും കൂടി എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് വരുന്നത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം AC ഓൺ ആക്കുന്നത് തന്നെയാണ്. ACയുടെ ബ്ലോവർ അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ AC ഓഫായിട്ട് തന്നെയായിരിക്കും കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം AC ഓൺ ആക്കുക. ഇനി AC ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഞാനിത് തൊട്ട് മേളിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വീഡിയോയിൽ പങ്കുവെച്ചു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് എൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.